ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് അവളുടെ അഭിമാനമാണ്. പക്ഷെ അവളുടെ ബലഹീനത എന്ന് പറയുന്നത് അവളുടെ സൗന്ദര്യവും അല്ലെങ്കിൽ അവളുടെ ശരീരവുമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അഭിമാനം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവളുടെ ശരീരവും സൗന്ദര്യവും കൊണ്ട് അവൾ പ്രതികാരം ചെയ്യാനിറങ്ങും. ആ കഥയുടെ തുടക്കത്തിൽ പറയുന്നത് ആദ്യം ചെയ്യുന്ന തെറ്റിന് മാത്രമേ നമുക്ക് ചങ്കിടിപ്പുണ്ടാകൂ, പിന്നീട് അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമായി മാറും. ഇവിടെ അഭിമാനം നഷ്ടപ്പെട്ട ഗായത്രി അവിടെ ഒരു മിസാൻഡ്രി അല്ലെങ്കിൽ പുരുഷ വിദ്വേഷത്തിൻ്റെ ഒരു വിത്ത് ഇട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ വിത്ത് പാകിക്കൊണ്ടാണ് ആ കഥ തുടങ്ങുന്നത് തന്നെ. തൻ്റെ അഭിമാനം നഷ്ടപ്പെടുമ്പോൾ അവളുടെ സൗന്ദര്യം കൊണ്ട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുക എന്നുള്ളത് അതാണ് ഒരു മിസാൻഡ്രി അല്ലെങ്കിൽ പുരുഷ വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനപരമായ മനഃശാസ്ത്രവതാണ്. അപ്പോൾ അവിടെ അവളെ ഏതോ ഒരു നിമിഷത്തിൽ അവളുടെ സുഹൃത്തിൻ്റെ പിതാവ് ഇവളുടെ അഭിമാനവും അല്ലെങ്കിൽ ഇവളുടെ എല്ലാം നശിപ്പിച്ച് അതിൽ നിന്നുമാണ് ഇവളുടെ ആ ഒരു പുരുഷ വിദ്വേഷം ഉടലെടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സമൂഹത്തിൽ നേരത്തെ പറഞ്ഞ ആ ഒരു കഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില ഘടകങ്ങൾ പോലെ തന്നെ ഈ ഗായത്രിയുടെ ആ നാലാം ആദിരാത്രിയിലും അങ്ങനെയൊക്കെയുള്ള എലമെൻസ് ഉണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ഏത് രീതിയിലും കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഈ ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യയൊക്കെ ഇത്രത്തോളം വിശാലമായ അർത്ഥത്തിൽ പടർന്ന് പന്തലിച്ച് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് നമ്മുടെ തലമുറയും നമ്മുടെ പഴയ തലമുറയുള്ളവരും പുതിയ തലമുറയുള്ളവരും ആ ഒരു തലത്തിലേക്ക് എങ്ങനെ ചൂഷണം ചെയ്യാം, സ്ത്രീകളെ എങ്ങനെ ചൂഷണം ചെയ്യാം, സമ്പത്ത് എങ്ങനെ ചൂഷണം ചെയ്യാം, ഈ ഒരു കാഴ്ചപ്പാടുകൂടിയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഗായത്രിയുടെ നാലാം ആദ്യരാത്രിയിൽ അവളുടെ ആ ഒരു പുരുഷ വിദ്വേഷത്തിൻ്റെ ആ ഒരു പ്രതികാര വാഞ്ച മനസ്സിലുണ്ടാകുമ്പോൾ തന്നെയാണ് അവൾ 2, 3, 4 വിവാഹം കഴിക്കുന്നത്. 4ാമത്തെ വിവാഹത്തിലേക്ക് വരുമ്പോഴാണ് അവൾ ശരിക്കും അവളുടെ പരാജയപ്പെടുന്നത്. ഇവിടെ ആത്യന്തികമായിട്ട് സാങ്കേതികമായിട്ട് ധൈറാജ് ജഫ്രിയുടെ കാര്യം പറഞ്ഞ പോലെ അവൾ സാങ്കേതികമായിട്ട് പരാജയപ്പെടുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ഈ ഗായത്രി വിജയിക്കുകയാണ് ചെയ്യുന്നത്. അവൾ ഒരു സുപ്രഭാതത്തിൽ ആദ്യത്തെ കല്യാണം കഴിക്കുന്നു. അയാളിൽ നിന്നും സ്വപ്നത്തും പണവും എല്ലാം എടുത്ത് കവർന്ന് 2, 3 വിവാഹത്തിലേക്ക് അവൾ പോവുകയാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള വിവാഹ തട്ടിപ്പ് നമ്മുടെ സമൂഹത്തിൽ ഒരു പത്രത്തിലും മറ്റു മാധ്യമങ്ങളിൽ കൂടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. വിവാഹ തട്ടിപ്പ് സ്ത്രീകളാണ് പുരുഷന്മാർ അത്രയും ഇല്ലെങ്കിലും സ്ത്രീകളും വിവാഹ തട്ടിപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിക്കും. പക്ഷേ ഇത്തരം വിവാഹ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മനോവൈകൃതമാണെന്നാണ് നമ്മുടെ എല്ലാ ഒരു ധാരണ. സ്വാഭാവികമായിട്ടും അത്തരം ഒരു ചിന്തയിൽ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതാണ് ഈ ഗായത്രിയുടെ നാലാം ആദ്യരാത്രി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വഴിതിരിച്ചത്.